1250 കോടിയുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള AOP മീറ്റിംഗ് സംഘടിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ സാമ്പത്തിക വർഷവും സുസ്ഥിര വളർച്ചയിലൂടെ ചരിത്രം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാൻ മീറ്റിംഗ് ബിയോണ്ട് ലിമിറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. കൊച്ചി കലൂർ IMA ഹാളിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം നേടിയ 1000 കോടിയുടെ വിറ്റുവരവിൽ നിന്നും അടുത്ത വർഷം 1250 കോടിയുടെ വളർച്ചയാണ് കേരള വിഷൻ പ്രതീക്ഷിക്കുന്നതെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പഴക്കമേറിയ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. കെൽട്രോൺ പോലും ഈ അടുത്ത കാലത്താണ് 1000 കോടി എന്നുള്ള ടാർഗറ്റ് കവർ ചെയ്യുന്നത്. ആ സ്ഥാനത്താണ് കേരളത്തിൽ കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മളെ മാറ്റുകൂട്ടുന്ന ഒരു ഘടകമാണ്. എന്തായാലും ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ പരിധികൾക്ക് അപ്പുറമെന്നാണിത്. യഥാർത്ഥത്തിൽ പരിധികൾക്ക് അപ്പുറത്തിന് എന്നതിന് പകരം ആകാശമാണ് അതിര് എന്ന് വയ്ക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ പരിധികൾ ഉള്ളവർക്കാണ് പരിധികൾക്ക് അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നത്. നമ്മൾ പരിധികളില്ലാത്തവർ, ആകാശം അതിര് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം പരിധികളില്ല. അപ്പൊ നമ്മുടെ ഓരോ ചുവടുവെപ്പും ആ പരിധികളില്ലാത്ത ആ ലോകത്തിലേക്കുള്ള ചുവടുവെപ്പുകളാവട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 1250 കോടിയുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള വാർഷിക ഓപ്പറേഷൻ പ്ലാൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാറും ടെക്നിക്കൽ പദ്ധതി മനുസൂദനനും അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ വകുപ്പുകളുടെ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL-ന്റെയും KVBL-ന്റെയും ചെയർമാൻ K ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP, COA നിർവാഹക സമിതി അംഗം അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ K, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ CBPS തുടങ്ങിയവർ ആശംസ അറിയിച്ചു. ഇന്ന് വലിയ സംവിധാനമുള്ള 500ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സംരംഭമായി 1000 കോടി ബിസിനസ്സിലേക്ക് കടന്ന് ഒരു കോർപ്പറേറ്റ് കമ്പനിയായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ അഹങ്കാരം ഒന്നും നമുക്ക് പാടില്ല. ഇല്ലാതെ തന്നെ ലോക മുതലാളിമാരോടാണ് നാം മത്സരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, അർപ്പണബോധത്തോടു കൂടി അതിൻ്റെ ജീവനക്കാർ ആ വ്യവസായത്തെ, ആ കമ്പനിയെ സമീപിക്കുമ്പോഴാണ് അത് ആ മാനേജ്മെന്റ് അർഹിക്കുന്ന തലത്തിലേക്ക്, ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അതിൻ്റെ വിജയം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത്. അക്കാര്യത്തിൽ നിങ്ങളെല്ലാവരും അത്തരത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്, ആ ബിസിനസ്സിനെ നിങ്ങളുടെയൊക്കെ ജീവിതമാർഗമായി കണ്ട് അതിനെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നേട്ടത്തിലേക്ക് KCCL ഇത്ര വേഗം കടന്നു വരാൻ അല്ലെങ്കിൽ കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തുടർന്ന് ഡയറക്ടർമാരും എക്സിക്യൂട്ടീവ് എഡിറ്റർമാരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും വിവിധ വിഷയാവതരണങ്ങൾ നടത്തി. വർഷങ്ങളായി നമുക്കുള്ള പൊതുജനങ്ങളുമായി, നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള നമ്മളുടെ ബന്ധവും, അതോടൊപ്പം തന്നെ ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായ രീതിയിൽ നമ്മൾ ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇവരോടൊക്കെ മത്സരിക്കാനുള്ള ഒരു ക്ഷമത നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഈ നേട്ടങ്ങളുടെ പുറകിലുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തെ മികച്ച 29 ജീവനക്കാർക്കുള്ള പുരസ്കാരങ്ങളും നൽകിയാണ് സമ്മേളനം സമാപിച്ചത്. കേരള വിഷനിലെ അസിസ്റ്റന്റ് മാനേജർ പദവിക്ക് മുകളിലുള്ള 100ഓളം സീനിയർ ജീവനക്കാരും AOP മീറ്റിംഗിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.